So, good morning, everyone. In the last class, we have seen about the frequency measurement, the time period measurement, and the time interval measurement of digital instruments. So, in this class, we are going to discuss about the phase measurement of digital instruments. So, generally, in the case of digital instruments, phase measurement can be done with the help of Lissajous pattern. So we'll see what is this Lissajous pattern. So consider a waveform Vy of t as a function of another voltage waveform Vx of t. രണ്ട് voltage waveform Vy of t and Vx of t. Okay, with same frequency. Okay, ഇതിൽ ഒരു വോൾട്ടേജ് വേവ് ഫോം നമ്മൾ ഇതിൻ്റെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്, അതായത് നമ്മുടെ CRO അല്ലെങ്കിൽ CRTയുടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ ഒരു വേവ് ഫോം കൊടുക്കുന്നു. വേറൊരു വേവ് ഫോം, രണ്ട് വേവ് ഫോം ഉണ്ട് പറഞ്ഞല്ലോ, വേറൊരു വേവ് ഫോം ഇതിൻ്റെ എക്സ് ഡിഫ്ലക്ഷൻ പ്ലേറ്റ്, അതായത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ CRO അല്ലെങ്കിൽ CRTയിൽ നമ്മൾ ഈ XY മോഡിൽ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ആ ഗ്രാഫിൻ്റെ പാറ്റേണിനെ പറയുന്ന പേരാണ് Lissajous pattern. That is, consider a voltage waveform Vy of t as a function of another voltage waveform Vx of t with the same frequency. Okay, in XY mode, one signal is applied to vertical deflection plate. ഒരു സിഗ്നൽ, അതായത് Vy of t എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ കൊടുത്തിരിക്കുന്നു. ആൻഡ് ദ അതർ സിഗ്നൽ അപ്ലൈഡ് ടു ദ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്, അതായത് Vx of t എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് കൊടുത്തു. ഇൻ XY മോഡ്, ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ദ ടു അപ്ലൈഡ് സിഗ്നൽസ്. അതായത് ഇതിൻ്റെ ഒരു XY മോഡ് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് വേവ് ഫോമിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടും. ദ പാറ്റേൺ ഫോംഡ് ബൈ ദ ഗ്രാഫ് ഈസ് കോൾഡ് ആസ് Lissajous പാറ്റേൺ. അങ്ങനെ കിട്ടുന്ന ഒരു ഗ്രാഫ് പാറ്റേണിനെ പറയുന്ന പേരാണ് Lissajous പാറ്റേൺ. അതായത് നമുക്ക് രണ്ട് വോൾട്ടേജ് വേവ് ഫോം ഉണ്ട്, ഒരു Vy of t എന്ന് പറഞ്ഞ വേവ് ഫോം ഉണ്ട്, അതുപോലെ Vx of t എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് വേവ് ഫോം ഉണ്ട്. ഈ വേവ് ഫോം നമ്മുടെ CRO അല്ലെങ്കിൽ CRTയുടെ രണ്ട് ഡിഫ്ലക്ഷൻ പ്ലേറ്റ്, വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ XY മോഡിൽ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. രണ്ട് സിഗ്നലും ബേസ് ആയിട്ടുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ആ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിൻ്റെ പാറ്റേണിന് പറയുന്ന പേരാണ് Lissajous pattern. Okay, and the Lissajous patterns have two major applications. One is to measure phase difference between two input waves of same frequency. അതായത് സെയിം ഫ്രീക്വൻസിയുള്ള രണ്ട് ഇൻപുട്ട് വേവിൻ്റെ ഫേസ് ഡിഫറൻസ് നമുക്ക് അളക്കാൻ പറ്റും. സെക്കൻഡ് വൺ, ടു ഡിറ്റർമിൻ ദ റേഷ്യോ ഓഫ് ഫ്രീക്വൻസി. രണ്ട് സിഗ്നലിൻ്റെ റേഷ്യോ ഓഫ് ഫ്രീക്വൻസി നമുക്ക് Lissajous പാറ്റേൺ വഴി കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ വി വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് വേവ് ഫോം ഉണ്ട്. ഒന്ന് Vy of t, അത് നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് കൊടുത്തു. ഹിയർ യു ക്യാൻ സി വൺ സിഗ്നൽ ഹിയർ, ആൻഡ് വൺ Vx of t, another sinusoidal waveform that is applied in horizontal deflection plate. One is in horizontal deflection plate and other is in vertical deflection plate. So രണ്ട് സിഗ്നൽ ഉണ്ട്, രണ്ട് സിഗ്നൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, സോ ആ രണ്ട് സിഗ്നലും നമ്മൾ ഈ രണ്ട് ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ CRT സ്ക്രീനിൽ നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കിട്ടും. അതിനെയാണ് നമ്മൾ Lissajous പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഹിയർ യു ക്യാൻ സി രണ്ട് സിഗ്നൽ വിത്ത് സെയിം ഫ്രീക്വൻസി, സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സെയിം ഫേസ്. ഹിയർ യു ക്യാൻ സി സെയിം ഫേസ്. ഇവിടെ ഒരു ഫുൾ സൈൻ വേവ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഫുൾ സൈൻ വേവ് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു സെയിം ഫേസിലുള്ള രണ്ട് സിഗ്നൽസ് രണ്ട് ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്തു. സോ യു ക്യാൻ സി ഹിയർ ഇറ്റ് ഇസ് എ ഗ്രാഫ് ഇസ് എ സ്ട്രൈറ്റ് ലൈൻ. സോ രണ്ട് സിഗ്നൽ വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി ആൻഡ് സെയിം ഫേസ്. Then the Lissajous pattern will be a straight diagonal line. Then the Lissajous pattern will be a straight diagonal line. അതായത് ഇവിടെ എന്താ, ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, രണ്ട് സിഗ്നൽ ഉണ്ട്, രണ്ട് സിഗ്നലിൻ്റെ ഒന്ന് എക്സിലും ഒന്ന് വൈയിലും കൊടുത്തു. ഒന്ന് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, ഫ്രീക്വൻസി സെയിം ആണ്, ഫേസും സെയിം ആണ്. സോ വി ആർ ഗെറ്റിംഗ് എ Lissajous pattern as a
diagonal straight line. Okay, and here you can see patterns that appear on screen of CRT when sinusoidal voltages are simultaneously applied to horizontal and vertical plates. Okay, so when two sinusoidal voltages of equal frequency which are in phase with each other are applied to horizontal and vertical deflection plates, pattern appearing on the screen is a straight line. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, ഫ്രീക്വൻസി സെയിം ആണ്, ഫേസ് സെയിം ആണ്, അങ്ങനെ രണ്ട് സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ we get a Lysage's pattern as a diagonal straight line. Okay, and this I have already told that the Lysage's patterns have two major applications to measure phase difference between two input waves of same frequency and to determine the ratio of frequency. Okay, so now you can see here, you can see both are in same phase. Now you can see when two equal voltages of equal frequency but with a 90-degree phase shift displacement, okay, are applied to a CRO. The output on the screen is a circle. അതായത് here you can see x-axis full sine wave ഉണ്ട്, y-axis sine wave നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു 90 ഡിഗ്രിയുടെ ഫേസ് ഷിഫ്റ്റ് ഉണ്ട്, 90 ഡിഗ്രിയുടെ ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. അങ്ങനെ ഒന്ന് വിത്തൗട്ട് ഫേസ് ഷിഫ്റ്റ്, ഒരു 90 ഡിഗ്രിയുടെ ഫേസ് ഷിഫ്റ്റ് വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് Lysage's pattern will be a circle. Here you can see when phase shift is 90 degree, Lysage's pattern is a circle. Okay, Lysage's pattern is a circle. Okay, now okay, when two equal voltages of equal frequency but phase shift of 5 degree not equal to 0 degree or 90 degree are applied to CRO, we obtain an ellipse. അതായത് here you can see here no phase difference, here a phase difference is there and that phase difference is in between 0 and 90 degree. In between 0 and 90 degree ഒരു phase shift ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് y axis. So if you are given like that, we will be getting a Lysage's pattern as ellipse. Lysage's pattern ഇവിടെ ഒരു ellipse ആയിരിക്കും. Okay, and ellipse is also obtained when unequal voltages of same frequencies are applied to CRO. അതായത് unequal, ഇവിടെ ഇപ്പോൾ എല്ലാം നമ്മൾ പറയുന്നത് ഈക്വൽ വോൾട്ടേജിന്റെ കേസാണ്, ഫേസ് കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മൾ അൺഈക്വൽ വോൾട്ടേജസ് കൊടുത്തു കഴിഞ്ഞാൽ, unequal voltages of same frequency നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, then also we will be getting a ellipse as Lysage's pattern. So here in this figure you can see a phase shift is there, that phase shift is between 0 and 90 degree. So we are getting a Lysage's pattern as ellipse. Okay, അപ്പോൾ 0 degree phase shift നമ്മൾ നേരത്തെ കണ്ടു ഒരു diagonal straight line, then 90 degree phase shift we got a circle, and a phase shift between 0 and 90 degree we are getting an ellipse. Okay, so the remaining patterns you can see here. Initially 0 degree phase shift, അതായത് നമ്മുടെ ഈ horizontal deflection plate x axis നിങ്ങൾക്ക് കാണാം full sine wave ഉണ്ട്. Then a phase shift is given to vertical deflection plate. Initially when phase shift is 0, we are getting a straight line, straight diagonal line. Then if it is a 30 degree, we are getting an ellipse, and if phase shift is in between 60 degree or 300 degree, we are getting an ellipse with the higher eccentricity. This is also an ellipse, adinte eccentricity കൂടിയിട്ടുണ്ട്. Okay, eccentricity is കൂടിയിട്ടുണ്ട്. Then when the phase shift is 90 degree or 270 degree, we are getting a circle, and the phase shift is 120 degree or 240 degree, again ellipse we are getting. But you can see the direction changed. Here it is in first, it is more inclined to the first quadrant. Now it is more inclined to the fourth quadrant. Okay, so again you can see here also there is a shift from this ellipse to this ellipse. One shift is there, 150 degree or 210 degree, and again if it is 180 degree, you can see a diagonal line which is in opposite direction to this 0 degree. So these are the various Lysage's pattern when we are giving a phase shift to that particular deflection plate. So two sinusoidal voltages of same frequency produces a Lysage's pattern
which may be a straight line, a circle, or an ellipse depending on phase and magnitude of the voltage. അതായത് രണ്ട് sinusoidal voltages of same frequency definitely will produce a Lysage's pattern, and it may be a straight line or circle or an ellipse depending on the phase and magnitude of voltage. Phase and magnitude of voltage അനുസരിച്ച് അതൊരു straight line ആവാം, circle ആവാം, ellipse ആവാം. For equal voltages of same frequency, progressive variation of phase angles causes the pattern to vary from a straight diagonal line. അതായത് ഈക്വൽ വോൾട്ടേജസും സെയിം ഫ്രീക്വൻസി ആണ്, ഫേസ് വേരി ചെയ്യുന്ന സമയത്ത് the pattern may vary from, അതായത് 0 to 360 degree ആണ് ഈ പറയുന്നത്. ഓക്കെ, pattern may vary from straight diagonal line to ellipse. ആദ്യം straight diagonal line ആയിരിക്കും, പിന്നെ ellipse ആവുന്നു, ellipse of different eccentricity. Here one eccentricity, here another eccentricity when it is 60 degree, then to a circle, then 90 degree ആവുന്ന സമയത്ത് ഒരു സർക്കിൾ ആവുന്നു, then after that through a series of ellipse, finally a diagonal straight line. പിന്നെ ഒരു series of ellipseലൂടെ കടന്നുപോയി finally a diagonal straight line which is in opposite direction. Okay, so this is all about Lysage's pattern. And also you can see how this phase angle is measured from this diagram. We can see here, you can see y2 is there and y1 is there. Y2 is the maximum amplitude of that ellipse. Okay, maximum amplitude of that ellipse, that is y2, and y1 is the point from 0 to where this ellipse is cutting this y-axis. So y2 and y1 we got. Similarly x1 and x2 is there. x2 is the maximum amplitude of in this x-axis. Maximum amplitude in this x-axis is x2, and x1 is where this ellipse is cutting the x-axis. So x2 is there, x1 is there, x2 is there, x1 is there. Similarly in this direction also you can similarly take y2 y1 x1 x2. So sin phi is defined as y1 by y2. അതായത് ഈ സീറോയിൽ നിന്ന് ഈ എലിപ്സ് y ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് അതാണ് y1. അതേപോലെ ഈ സീറോയിൽ നിന്ന് ഇതിന്റെ എലിപ്സിന്റെ ഹയസ്റ്റ് മാഗ്നിറ്റ്യൂഡ് അതാണ് y2. സോ sin phi is equal to y1 by y2, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം, x1 by x2. x1 എന്ന് പറയുന്നത് ഈ സീറോ പൊസിഷനിൽ നിന്ന് ഈ എക്സിൽ എലിപ്സ് കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് x1. അതുപോലെ x2 എന്ന് പറയുന്നത് സീറോ പൊസിഷനിൽ നിന്ന് ഈ എലിപ്സിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് വരുന്നതാണ് x2. സോ sin phi is equal to y1 by y2 or x1 by x2. സിമിലർലി ഈ കേസിലും സെയിം തന്നെ, y1 by y2 equal to x1 by x2. Then phi is equal to sin inverse y1 by y2. So y1 y2 and x1 x2 will be knowing already from this ellipse. So thus we can find the phase angle between the two voltages. Okay, now and also I told initially that another one application of this Lysage's pattern is to find out the phase angle between the two voltages, and another application is to find accurate measurement of frequency. So signal whose frequency to be measured is applied to Y plate, and a non-frequency source supply voltage to the X plate. അതായത് നമുക്ക് ഈ CRT-യിൽ ഒരു X plate Y plate ഉണ്ടല്ലോ. So a signal whose frequency to be measured, നമുക്ക് അറിയേണ്ട ഫ്രീക്വൻസി ഏത് ഫ്രീക്വൻസി ആണോ അറിയേണ്ടത്, that we are applying to Y plate, and a non-frequency which we already known is supplied to X plate. Okay, then the non-frequency source is adjusted until the pattern appears as circle or ellipse. അതിനുശേഷം നമ്മുടെ നോൺ ഫ്രീക്വൻസി സോഴ്സ് അതിന്റെ ഫ്രീക്വൻസി നമുക്ക് എക്സാക്ട് അറിയാലോ, ദാറ്റ് വിൽ ബി അഡ്ജസ്റ്റഡ് സോ ദാറ്റ് that is adjusted so that the pattern appears, that Lysage's pattern appears as a circle or ellipse. അതാകുന്ന വരെ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. So ratio of two frequencies will be fy by fx. അതായത് ഈ ഫ്രീക്വൻസിയുടെ റേഷ്യോ വിൽ ബി fy by fx, which will be equal to number of horizontal tangencies divided by number of vertical tangencies. അതായത് ഈ രണ്ട് ഫ്രീക്വൻസിയുടെ, അതായത് നമ്മൾ y പ്ലേറ്റിൽ ഒരു ഫ്രീക്വൻസി അപ്ലൈ ചെയ്തു, x പ്ലേറ്റിൽ ഒരു ഫ്രീക്വൻസി അപ്ലൈ ചെയ്തു. So ratio of that frequency fy by fx, this fx we are knowing already,
which would be equal to number of horizontal tangencies divided by number of vertical tangencies. Tangencies എന്താന്ന് confusion വേണ്ട, next slide ൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. So ratio of two frequencies will be equal to fy by fx, which is equal to number of horizontal tangencies divided by number of vertical tangencies. Okay, so ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതായത് എക്സ് പ്ലേറ്റ് ഉണ്ട്, വൈ പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, CROയിൽ എക്സ് പ്ലേറ്റ് ഉണ്ട്, വൈ പ്ലേറ്റ് ഉണ്ട്. എ നോൺ സോഴ്സ് ഈസ് അപ്ലൈഡ് ടു എക്സ് പ്ലേറ്റ് ആൻഡ് എ ഫ്രീക്വൻസി ടു ബി മെഷേർഡ് വി ആർ അപ്ലൈങ് ടു ദ വൈ പ്ലേറ്റ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞല്ലോ കുറേ ടാൻജൻസീസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും എക്സിലും വൈയിലും. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ratio of two frequencies which will be equal to fy by fx, which is equal to number of horizontal tangencies divided by number of vertical tangencies. So here you can see this is called as tangent. This is the tangent. This is horizontal tangent and this is vertical tangent. So in this figure you can see how many horizontal tangents are there, how many times this figure is touching this tangent, that is 2. Okay, so number of horizontal tangent in this figure is 2, 1, 2, and number of vertical tangent in this figure is 1. So we have already seen that ratio is fy by fx, which is equal to number of horizontal tangencies divided by number of vertical tangencies. So in horizontal axis we are seeing two tangencies here. So and in vertical side you can see only one tangent. So ratio is 2:1. And here you can see horizontal tangencies 1, 2, 3. Vertical tangencies how much? 1. So it is 3:1. Then in this figure you can see horizontal tangencies 1, 2, 3, 4. Vertical tangencies only 1. So ratio is 4:1. In this figure also you can see horizontal tangencies is 1, 2, 3. Whereas vertical tangencies is 1 and 2. So the ratio is 3:2. And that is fy by fx, which will be equal to 3:2. We are already knowing that fx already known because it is a known source. So like that, based on that we will be finding the frequency of y. Okay, so that is all about Lissajous pattern. I hope you understand. So by using Lissajous pattern only, we are measuring the phase angle of the digital instruments. So I hope this is clear to everyone. If any doubt, please get to me. Okay, thank you.